ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അമ്മൂസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അത് അമ്മൂസിന് ഒരു സർപ്രൈസ് ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പപ്പ നേരത്തെ സർപ്രൈസ് ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മൂസിനോട് എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങളെല്ലാവരും അവസാനം വരെ വാച്ച് ചെയ്യണം. ഇത് 2 വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവസാനം വരെ വാച്ച് ചെയ്യണം കേട്ടോ ഈ വീഡിയോ. എന്നാലേ ഈ വീഡിയോസിൻ്റെ നിങ്ങൾക്കെല്ലാം പിന്നെ എങ്ങനെയാണ് നമ്മൾ പോയത്, എങ്ങനെയാണ് ട്രാവൽ എക്സിക്യൂട്ട് ചെയ്തത്, അവിടെ ചെന്നിട്ട് എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ പ്ലേസസാണ് കാണാൻ പോയത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പിന്നെ കാണണം. ആദ്യമായിട്ട് കേക്കാണ് കന്യാകുമാരി. അത് ഏത് സ്ഥലം അമ്മൂസിന് അറിയില്ല അല്ലേ? കന്യാകുമാരി, കോവളം, വർക്കല, അങ്ങനെയല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിതാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുന്നു. അപ്പം പോവല്ലേ നമ്മള്? ആകെ ടയർഡായല്ലേ? 2 ദിവസം യെസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിതാ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. ട്രെയിൻ ഓക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഗുജറാത്ത് ഓക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ ദിവസം ഇവിടെ കാലിക്കറ്റ് എത്തുന്ന ട്രെയിനാണ്. 2 ഡേയ്സ് ജേർണിയുള്ള ട്രെയിനാണത്. അപ്പോൾ ട്രെയിൻ കറക്റ്റ് സമയത്ത് കാലിക്കറ്റ് എത്തി. 6:45 കാലിക്കറ്റ് എത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പിയായി ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കാലിക്കറ്റിൽ നിന്ന് തൃശ്ശൂരിലേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അവിടുന്ന് പിന്നെ മാറി കയറുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്ന് പിന്നെ ഞങ്ങൾ എടുക്കുന്നത് പിന്നെ നാഗർകോയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ അമ്മൂസ് ഒരു ട്രെയിനിൽ കയറിയപ്പോൾ നമ്മുടെ കാലിക്കറ്റ് വിസിറ്റ് ചെയ്യാൻ വന്ന കുറച്ച് ടീച്ചേഴ്സിനെ അവിടെ നിന്ന് പരിചയപ്പെട്ടു. നമ്മുടെ ക്യാബിനിൽ തന്നെയായിരുന്നു അവരും ഇരുന്നത്. അപ്പോൾ അവർ നല്ല മൂഡിലായിരുന്നു, നല്ലൊരു ട്രിൽ മൂഡിലായിരുന്നു അവർ ടീച്ചേഴ്സ് എല്ലാവരും. അപ്പോൾ അമ്മൂസ് അത് അവരുടെ കൂടെ ജോയിൻ ചെയ്തു. അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് ഷൊർണൂർ എത്തുന്നതിൻ്റെ മുന്നേ പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ടീച്ചേഴ്സൊക്കെ കയറിയത്. അവരവരുടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അമ്മൂസ് കുറച്ച് സമയത്തേക്കൊക്കെ നല്ല ആക്റ്റീവായിരുന്നു ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചടച്ചൊരു സമയത്ത് ഇരിപ്പുന്നുണ്ട്.
അപ്പോൾ ഞങ്ങളിതാ ഈ കാണുന്നതാണ് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഭാരതപ്പുഴ. അപ്പോൾ അടിപൊളിയാണ് ഗൈസ്, അത് നൈറ്റിലും കാണാൻ അടിപൊളിയാണ്, ഡേ ടൈമിലും കാണാൻ അടിപൊളിയാണ്. ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ ട്രെയിന് ഭയങ്കര പതിയെയാണ് പോവാറ്. അപ്പോൾ നല്ലൊരു രസമാണ് അവിടെ കാണാൻ. ഇപ്പോൾ ഇങ്ങനെ കാണുന്ന ഈ ഇരുട്ടത്ത് കാണുന്നത് വേറൊരു വൈബാണ്. ശരിക്കും ഡേ ടൈമിൽ കാണുന്നത് അതിനേക്കാൾ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കുറച്ച് ചെറിയ ഫോറസ്റ്റ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പീകോക്സിനെയൊക്കെ കാണാം. ഡേ ടൈമിൽ കാണാൻ പറ്റും പീകോക്സിനെയൊക്കെ. നമ്മൾ പല പ്രാവശ്യം പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഡേ ടൈംസിൽ പീകോക്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വൈബാണ് ഇത് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ 9:30 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കണം. അപ്പോൾ അവിടുന്ന് നമുക്ക് നെക്സ്റ്റ് കണക്ഷൻ ട്രെയിൻ വരുന്നത് 11:45 ടു നാഗർകോയിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്തു, രാത്രിയത്തെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനുള്ള കോച്ച് പൊസിഷനിൽ തന്നെ നിന്നു. സ്ലീപ്പർ ക്ലാസ് ആണ് ബുക്ക് ചെയ്തിട്ടത്. അപ്പോൾ പപ്പ എല്ലാ ബാഗൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇസക്കുട്ടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിനാണ്. അപ്പോൾ നാഗർകോയിൽ നമ്മൾ എത്താനായിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെയായി. നൈറ്റിലെ യാത്ര വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഗൈസ്. അപ്പം പപ്പയ്ക്ക് കുറച്ചൊരു ത്രോട്ട് പെയിൻ ഉണ്ട്, കുഴപ്പമില്ല, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. മെഡിസിൻസൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ നാഗർകോയിൽ സത്യം പറഞ്ഞാൽ എത്തിയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ഞങ്ങൾ 2 പേരും കണ്ടില്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ബോർഡ് നോക്കിയില്ല. ഞങ്ങളുടെ ആ സമയത്ത് GPS വർക്കായില്ല. വേറെ മൈ ട്രെയിൻ ആപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ GPS വർക്കായില്ല. ഞങ്ങൾ നാഗർകോയിൽ സ്റ്റേഷൻ വിട്ട് തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഇറങ്ങിയത് വളരെ ഭാഗ്യമായിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു, ഗ്രീൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്ന ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലേഡി പറഞ്ഞു, കന്യാകുമാരിയിലോട്ടാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ തൊട്ടടുത്ത് നെക്സ്റ്റ് ഒരു ട്രെയിൻ വരുന്നുണ്ട്, ലോക്കൽ ട്രെയിൻ വരുന്നുണ്ട് കന്യാകുമാരിയിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആ ട്രെയിനിൽ കയറി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗ്യം എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാഗർകോയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കന്യാകുമാരിയിലേക്ക്. അപ്പോൾ ബസ്സിനുള്ള യാത്ര വലിയ സുഖകരമായിരുന്നില്ല. പക്ഷേ ഇത് കാര്യം ആലോചിച്ചപ്പോൾ വിചാരിച്ചു, ഓക്കെ, നമ്മളടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയത് നന്നായി, തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയത് നന്നായി എന്ന് വിചാരിക്കുക. കാരണം ബസ്സിൽ പോകാണ്ട് കഴിച്ചില്ലായി. അപ്പം തന്നെ ട്രെയിനും കിട്ടി ഞങ്ങൾക്ക് കന്യാകുമാരിയിലോട്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ജനറൽ ടിക്കറ്റിൽ കന്യാകുമാരിയിലേക്ക് പോയി. അപ്പോൾ അത് നല്ലൊരു ട്രിപ്പായിരുന്നു. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ ഈ കന്യാകുമാരിയിലേക്ക് പോകുന്ന ആ ഒരു പ്ലേസസാണ് അവിടെ കാണുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മുടെ ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ് അവിടെയുള്ളത്. പക്ഷേ നല്ല മലനിരകളും ട്രെയിൻ പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ പെട്ടെന്ന് കയറിയത് കാരണം, ട്രെയിൻ കിട്ടിയത് കാരണം ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ അറിയാലോ, നമ്മുടെ ട്രെയിനിൻ്റെ നീറ്റ് ആൻഡ് ടൈഡി ഒട്ടും ഇല്ലാത്ത ആൾക്കാരാണ് അവിടെയുള്ളവർ. അപ്പം ഞങ്ങൾ ട്രെയിനിൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിപ്പോയല്ലോ എന്നായിപ്പോയി. കാരണം ഒരു ടോയ്ലറ്റും ഒരു കമ്പാർട്ട്മെൻറ്റും പോലും വൃത്തി എന്ന് പറഞ്ഞ സാധനമില്ല അവിടെ. ഇത് കണ്ടോ, ഭയങ്കര ഒരു കാല് കുത്താനും ഇരിക്കാനും വരെ നമുക്ക് അറപ്പും ഒക്കെ തോന്നും. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്കവിടെ ട്രാവൽ ചെയ്ത് എത്തിയേ പറ്റുള്ളൂ. അപ്പം എന്നും നോക്കാൻ പറ്റില്ല. കുറച്ച് നേരത്തേക്കുള്ളൊരു യാത്രയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി. പിള്ളേരെയും കൊണ്ടൊക്കെ വരുമ്പം ഈ പറയുന്ന ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ സീറ്റൊക്കെ വേക്കൻ്റാണ്. പക്ഷേ ലോക്കൽ ട്രെയിനാണ് കിട്ടിയതും. പക്ഷേ ഞങ്ങൾക്ക് ഈ പറയുന്ന നീറ്റ് ആൻഡ് ടൈഡി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. എന്നാലും ഞങ്ങൾ എന്ത് ചെയ്തു, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ റൂംസൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ
എല്ലാം ഫുള്ളായിരുന്നു. അപ്പോൾ കിട്ടിയ റൂം ഞങ്ങൾ എന്ത് ചെയ്തു, കന്യാകുമാരിയിലേക്ക് എന്തായാലും 1 ഡേ സ്റ്റേ ആണ് എന്തായാലും പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിതാ റൂമിലേക്ക് പോവുകയാണ്. അപ്പം റൂമിലേക്ക് പോയി കഴിഞ്ഞ് ഒന്ന് ഫ്രഷപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആ റൂമിലെ വാർഡൻ ഞങ്ങളോട് അവിടെ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ പെർ ഹെഡ് 200 റുപ്പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വാൻ ഉണ്ടാവും. ആ വാനിൽ അവർ ഈ പറയുന്ന സ്ഥലങ്ങൾ എല്ലാം കാണിക്കും. അപ്പോൾ ഞങ്ങൾ ഈ നമ്പറിൽ വിളിച്ചു. അപ്പോൾ സെറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ടൈം ഒരുപാട് ലേറ്റായി, ഫ്രഷപ്പൊക്കെ ആയി വന്നപ്പത്തിന്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഞങ്ങളുടെ ഒരു ബ്രാഞ്ചുണ്ട്, സംസം റെസ്റ്റോറൻറ്റ്, നല്ല ഫുഡാണ് അവിടുത്തെ. അവരുടെ തന്നെ ഒരു ബ്രാഞ്ചാണെന്ന് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി ദം ബിരിയാണിയും ചിക്കൻ 65ഉം എല്ലാം ഓർഡർ ചെയ്തു. അന്ന് ക്രിസ്മസ് ഡേ ആണ് ഞങ്ങളുടെ അവിടെ സ്പെൻഡ് ചെയ്തത് കന്യാകുമാരി. അപ്പോൾ അത് അമ്മൂസിനും പപ്പയ്ക്കും എല്ലാവരും നല്ല അടിപൊളി ഫുഡൊക്കെ ഞങ്ങൾ മേടിച്ച് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഈ ക്രിസ്മസിന് ഞങ്ങൾ വീട്ടിൽ കൂടണം എന്നായിരുന്നു ആഗ്രഹിച്ചത്. എല്ലാ ക്രിസ്മസിനും വീട്ടിലായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ കാണാൻ വേണ്ടി, ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി കുറേ നേരം ആ വെയിലത്ത് നിന്നു പപ്പ. പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല. ക്യൂ നല്ല നീളമായിരുന്നു, ഞങ്ങൾ പ്രതീക്ഷേനും കാട്ടും നീളമായിരുന്നു. അപ്പം എന്ത് ചെയ്തു, ഒരു നടപ്പിനാവുന്ന കേസല്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ റോക്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ക്യൂവിൽ നിൽക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റോക്കിൻ്റെ അടുത്ത് വരെ നമുക്ക് ബോട്ടിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കുറേ നേരം ആ ക്യൂവിലേക്ക് നിന്ന് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ളൊരു കുഞ്ഞു മോളുള്ളതുകൊണ്ട്, ഇസക്കുട്ടി ഉള്ളതുകൊണ്ട് നമുക്കത് ചെയ്യാനൊന്നും പറ്റിയില്ല, പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ആ കന്യാകുമാരി ബീച്ച് സൈഡിലേക്ക് കുറച്ച് നിന്നു. അവിടെ പോയിട്ടൊരു ഫാമിലി പിക്കൊക്കെ എടുത്തു. നമുക്ക് പിന്നെ കുറേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്തി. അവിടെ തൊട്ടടുത്ത് ഇപ്പോൾ ഈ കാണുന്ന ആ തൊട്ടടുത്ത് ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടെമ്പിളിലൊക്കെ നമുക്ക് കയറാം. അപ്പോൾ ഞങ്ങൾ ആ ബീച്ച് സൈഡിലൊക്കെ കുറേ നേരം നിന്ന്, നല്ല അടിപൊളി പ്ലേസാണ് സർ. അപ്പോൾ അവിടെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനും. നല്ലൊരു ഏരിയയാണ്. നല്ല ബീച്ച് സൈഡിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, പക്ഷേ അവിടെ മൊത്തം കെട്ടിയിട്ടേക്കാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, സ്റ്റുഡിയോക്കാരുണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോ ഫോട്ടോ അവിടെ നിന്ന് എടുത്തു. വിവേകാനന്ദൻ റോക്ക് മെമ്മോറിയലിന് മുമ്പിൽ നിന്ന് ജസ്റ്റ് ഒരു ഫാമിലി പിക്കൊക്കെ എടുത്ത് ഫോട്ടോ ഇട്ട് ലാമിനേറ്റ് ചെയ്ത് തന്നു ആ ചേട്ടൻ. നല്ല അടിപൊളി പിക്കായിരുന്നു, നല്ല ക്ലാരിറ്റിയൊക്കെ ഉള്ള നല്ല അടിപൊളി പിക്കായിരുന്നു ചേട്ടൻ തന്നത്. അപ്പോൾ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ ലാമിനേറ്റ് ചെയ്ത്. കാരണം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ, ട്രാവൽ ചെയ്ത് കൊണ്ടുവരണ്ടേ. അപ്പോൾ അത് ചീത്തയായി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും വെറുതെ പൈസ കൊടുത്ത് വെറുതെ വേസ്റ്റാവും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വിവേകാനന്ദ റോക്കിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല. കാരണം അന്ന് അത്രയും തിരക്കുള്ളൊരു സമയമായിരുന്നു. ഒന്നാമത് ക്രിസ്മസ് വെക്കേഷൻ, പിന്നെ ആൾക്കാർ വളരെ കൂടുതലായിരുന്നു അന്ന് ആ സമയത്ത്. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ അങ്ങറ്റം വരെ ക്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് 200 രൂപ, നേരത്തെ ഞാൻ പറഞ്ഞ 200 രൂപയും കൊടുത്തിട്ടുള്ള സൈറ്റ് സീയിങ് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ഞങ്ങളെ. അപ്പോൾ ഈ പോകുന്നതൊക്കെ നമ്മൾ ഓരോ സൈറ്റ്, ഓരോ ടൂറിസ്റ്റ് ലൊക്കേഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് ആ ബസ്. അപ്പോൾ കുറേ പേരെ നമ്മളത് കൂട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബസ് ഫുള്ളാക്കണം അവർക്ക്. അപ്പോൾ ആ ബസ് ഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് ഫസ്റ്റ് കയറിയത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് പോയത് വാക്സ് മ്യൂസിയത്തിലാണ്, വണ്ടർ വാക്സ് മ്യൂസിയത്തിലാണ് പോയത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ. ഓക്കെ, അപ്പോൾ അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എൻട്രി ഫീസ് ഉണ്ട്. അത് നമ്മുടെ ബസ്സാണ് കിടക്കുന്നത്. കൂടെ വന്നവരൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ക്രിസ്മസ് ക്രിബും പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ പോയി കണ്ടു. അപ്പോൾ അവിടെ ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല സാൻഡ് അടിപൊളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അമ്മൂസും ഞാനും കൂടി പപ്പ വരുന്നവരെ വെയിറ്റ് ചെയ്ത്. ഇതിൻ്റെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 250 രൂപയാണ്. അഡൾട്ടിന് 250 രൂപയാണ്.
വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 3 വയസ്സിൻ്റെ മുകളിലേക്ക് കുട്ടികൾക്ക് എന്തായാലും ടിക്കറ്റ് എടുത്തിരിക്കണം. അപ്പോൾ ആരെങ്കിലും കന്യാകുമാരിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടിരിക്കണം. അപ്പോൾ കാണാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഈ വീഡിയോയിലൂടെ. അപ്പോൾ ആരാരും സ്കിപ്പ് അടിച്ച് പോവാതെ എല്ലാവരും ഈ വീഡിയോസൊക്കെ തുടക്കം മുതൽ ഒടുക്കം വരെ കാണണം കേട്ടോ. ഓരോരോ വിശിഷ്ട വ്യക്തികളെ വാക്സും കൊണ്ട് നിർമ്മിച്ച് ഇങ്ങനെ സ്റ്റാച്യു രൂപത്തിൽ നിർത്തിയേക്കുവാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോസ് എടുക്കാം, സെൽഫീസൊക്കെ എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നവരും എല്ലാവരും സെൽഫീസും വീഡിയോസും എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒപ്പം അമ്മൂസിനെയും അതേപോലെ തന്നെ സെൽഫീസും വീഡിയോസും പിന്നെ അവരുടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആളുടെ പേരും ബോൺ ഡേറ്റ്, ഡെത്ത്, അവരാരായിരുന്നു, എന്തൊക്കെയായിരുന്നു അവർ ചെയ്തിരുന്നത്, അതെല്ലാം അതിൽ ഒരു ഇൻക്ലൂഡഡ് ആയിട്ട് അവരത് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ആളുടെ പേരടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സംഭവമായിരുന്നു അത്. അപ്പോൾ നമ്മുടെ ഓരോ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ. എന്നാലും പെട്ടെന്ന് കണ്ടാൽ പ്രതിമയാണ്, വാക്സും കൊണ്ട് നിർമ്മിച്ചാണെന്നൊന്നും പെട്ടെന്ന് പറയില്ല. കാരണം ഇപ്പോൾ ഈ കാണുന്ന പോലെ പെട്ടെന്ന് നമുക്ക് ടച്ച് ചെയ്യുമ്പോഴേ നമുക്കത് ഒരു അറിയുള്ളൂ. അത് കാണുമ്പോഴേ നമുക്ക് അവിടെ കാണുമ്പോൾ ശരിക്കും നമ്മൾ ഒരു വ്യക്തി എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് നമുക്കത് ഫീലാവുക. ഓക്കെ, അപ്പോൾ നല്ലൊരു ഇതായിരുന്നു വാക്സ് മ്യൂസിയം. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന അമ്മൂസ് ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്, വാക്സ് മ്യൂസിയം. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെന്തായാലും വന്ന് കണ്ടിരിക്കണം. നല്ലൊരു സ്പോട്ടാണ്, നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കന്യാകുമാരിയിലുള്ള. നല്ല, അപ്പോൾ ആരും മിസ് ചെയ്യരുത്. നല്ല നല്ല അടിപൊളി ഓയിൽ പെയിൻറ്റിങ്സ് എല്ലാം അവിടെയുണ്ട്. അപ്പോൾ ഓയിൽ പെയിൻറ്റിങ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇവിടെ വന്നിരുന്ന് കാണണം. അടിപൊളി സ്പോട്ടാണത് വാക്സ് മ്യൂസിയം. അപ്പോൾ ഞങ്ങളെല്ലാം ഒരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ എല്ലാം നല്ലോണം കവർ ചെയ്ത് അവർ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും കന്യാകുമാരി വരുമ്പം കാണാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളാണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പം നല്ല അടിപൊളിയാണ്. ഇത് അമ്മൂസൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരുടെ മുമ്പിൽ കയറിയിരിക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മുടെ ടൈം ഗ്യാപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടുന്ന് നല്ല എസ്കേപ്പായി. അപ്പോൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറേ നെക്ലേസസും ചെയിൻസും കുറേ ജ്വല്ലറി ഐറ്റംസൊക്കെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കയറി ബസ്സിൽ. അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് ലാസ്റ്റായിപ്പോയി ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമ്മളിതാ ഈ കാണുന്നത് നമ്മുടെ സായിബാബ ടെമ്പിളാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നല്ല അടിപൊളി സ്പോട്ട്, മലയുണ്ട്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ നമ്മളവിടെ ചെരുപ്പ് പുറത്ത് അഴിച്ചു വെച്ചിട്ട് ഉള്ളിലേക്ക്, ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും കയറി പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് കുറേ പിക്കും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരാണ് അവരൊക്കെ. അപ്പോൾ കുറേ ടൂറിസ്റ്റ് ബസ്സുകളും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഒന്നിച്ച് ആ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യാനും പോയി. ഒപ്പം അമ്മൂസ് മുമ്പേ ഓടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണാം കേട്ടോ. അപ്പോൾ ആ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു നല്ല അടിപൊളി മഴയാണത്. നല്ല രസമാണ് കാണാൻ. അതിൻ്റെ ഹിൽ ടോപ്പിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങളത് ടെമ്പിളിൻ്റെ ഉള്ളിലൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം താഴേക്ക് പോവുകയാണ്.
നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അവിടെ. നല്ലൊരു ഭംഗിയുള്ളൊരു സ്പോട്ടാണ് ടെമ്പിൾ ലൊക്കേഷൻ. അപ്പോൾ ഞങ്ങൾ താഴേക്ക് പോയി. അപ്പോൾ കൂടെയുള്ള ആൾക്കാരെയൊക്കെ വെയിറ്റ് ചെയ്ത് അവിടെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ടെമ്പിളിൻ്റെ അടിയിൽ കഫേയും പിന്നെ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കടയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് അധിക നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. സുചീന്ദ്രം ടെമ്പിളിലേക്ക് അവിടുന്ന് തിരിച്ചു. അത് കന്യാകുമാരിയിൽ നിന്ന് 15 കിലോമീറ്റേഴ്സ് ഉണ്ട് ഈ ടെമ്പിളിലേക്ക്. അപ്പോൾ ഓരോരോ സ്പോട്ടും കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള ടെമ്പിൾ ലൊക്കേഷനായിരുന്നു ഞങ്ങൾ കവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ടൂറിസ്റ്റ് ആൾക്കാരാണ്, പല പല സ്ഥലത്തു നിന്നും കാണാൻ വന്ന ആൾക്കാരാണ്. അവിടെ ഓഡിറ്റോറിയമാണ്, അവിടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്ന ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഗൈസ് നമ്മൾ ടെമ്പിൾ എന്ന് പറയുന്നത്, സുചീന്ദ്രം ടെമ്പിൾ എന്ന് പറയുന്നത്. ഇത്രയും ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ പാർക്കിംഗ് ലൊക്കേഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറിയില്ല, ഞങ്ങൾ പുറത്തുനിന്നുള്ള വ്യൂസാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറിയില്ല. അപ്പോൾ ജസ്റ്റ് പുറത്തുനിന്നുള്ള വ്യൂ ആണ് ആ കാണുന്നത്. ആ സൈഡിൽ 2 സൈഡിലും ഇത് ടെമ്പിളിലുള്ള വ്യൂ ആണ്. ആൾക്കാരൊക്കെ ഉള്ളിൽ കയറുന്നുണ്ട്. അവിടെ ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വലിയൊരു രഥം അവിടെ ഷീറ്റിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത് കണ്ടു. അതവിടെ മഹോത്സവത്തിനൊക്കെയാണ് എടുക്കുന്നത്. അവിടുത്തെ പ്രധാന പിന്നെ മഹോത്സവത്തിനൊക്കെ ആ രഥം അവിടുന്ന് എടുക്കും. ഇത് അടുത്ത സൈഡിലുള്ള വേറൊരു രഥമാണ്. ഇത് ആ ചില്ലിലിട്ട് അവർ കവർ ചെയ്ത് മൂടിയേക്കാണ്, കേടുപാടുകളും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി. അവിടെ കുട്ടികൾ ഞങ്ങളവിടെ ജസ്റ്റ് അവിടെ പർച്ചേസിങ് കാര്യങ്ങളൊന്നും നടന്നില്ല. കാരണം അതിനുള്ളൊരു ഇത് ജസ്റ്റ് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പർച്ചേസിങ് കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തില്ല അവിടുന്ന്. അപ്പോൾ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടുന്ന് ക്ലേ മോഡൽ ഐറ്റംസും സെറാമിക് മോഡൽ കുറേ ഐറ്റംസുകൾ നിങ്ങളവിടെ കാണാം. അപ്പോൾ നമുക്ക് അവിടുന്ന് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്താം. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ കുളം എന്ന് പറയുന്നത്. ഇതിപ്പോൾ സീസൺ ടൈം ആയത് കാരണം ഞങ്ങൾ വന്ന ആ സമയത്ത് തന്നെ ഒത്തിരി ടൂറിസ്റ്റ് ബസ്സുകൾ, ഇതിപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ്സുകൾ എന്ന് പറയുന്നത് ഈ ഒരാളെ 200 രൂപയ്ക്ക് കൊണ്ടുപോകാൻ ഉള്ള ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ടൂറിസ്റ്റ് ബസ്സുകളാണ് ഇവിടെ ഈ കിടക്കുന്നത്. അപ്പോൾ പുറത്ത് ആ കുളം ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ഒരാളവിടെ നിന്ന് മീൻ നിറയെ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അവിടെ ബ്രാല് അങ്ങനത്തെ വലിയ മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി പോയി ഒന്ന് കാണണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചുമ്മാ കുറച്ച് നേരം അവിടെ അപ്പനും മക്കളും കൂടി അവിടെ ഇരുന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു അവിടെ നിന്ന്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിൽ കയറി. ശ്രീരാം ടെമ്പിളാണ് അത് ഹനുമാൻ്റെ ഒരു അമ്പലമായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ അവിടേക്ക് കയറി ഇറങ്ങി. ഞാൻ ജസ്റ്റ് പുറത്തുനിന്നുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ ഈ കന്യാകുമാരിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കാണുന്ന സ്പോട്ടിൽ ഈ കണ്ട ടൂറിസ്റ്റ് ബസ്സിലൊക്കെ എത്തണമെങ്കിൽ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാണുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു 6 o'clock 5:30 6 o'clock ഒക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ജനമൊക്കെ ഒരു സ്ഥലത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ, അതെങ്ങോട്ടാണെന്നറിയോ? നമ്മുടെ സൺസെറ്റിൻ്റെ ലൊക്കേഷനാണ്. സ്പോട്ടിംഗ് ലൊക്കേഷന് കുറച്ച് ദൂരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങോട്ടേക്കുള്ള ജനത്തിരക്കുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഐസക്കുട്ടിയും പപ്പയും അയറിനൊക്കെ അത് കാണാൻ വേണ്ടി വേഗം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് മാത്രം കാണാനാണ്. അത് നല്ലൊരു അപൂർവമായ കാണാത്തവർക്ക് ഭയങ്കര നല്ലൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എന്തായാലും കന്യാകുമാരി എന്തായാലും എല്ലാവരും ടൂർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ കണ്ടിരിക്കണം, ഈ ഒരു സ്പോട്ട് കണ്ടിരിക്കണം കേട്ടോ. അതിലേക്കൂടെ നടക്കുമ്പോൾ നമുക്ക് ഒത്തിരി കച്ചവടക്കാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഷെൽസ് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത കച്ചവടക്കാർ, പിന്നെ എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ട് അവിടെ. എല്ലാ സംഭവങ്ങളും ഉണ്ട്.
പിന്നെ പച്ച കുത്തുന്നത് എല്ലാ സംഭവങ്ങളുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ കണ്ട ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് സൂര്യന് പിന്നെ നമ്മുടെ കടലിലേക്ക് മാഞ്ഞു പോകുന്നത് നോക്കി കാത്തിരിക്കുകയാണ്. എല്ലാവരും ക്യാമറയും കൊണ്ട് കാത്തിരിക്കുന്ന ഒരു സീനാണ് നിങ്ങളെല്ലാവരും കാണുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്രയും വലിയ എക്സൈറ്റഡ് ഒന്നും തോന്നൂല. പക്ഷെ നേരിട്ട് കാണുന്നതിൻ്റെ ഭംഗി അതുതന്നെയാണ്, അത് വേറെ തന്നെയാണ്. സൂര്യൻ ഇതാ കടലിലേക്ക് ഇങ്ങനെ മുങ്ങി 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 താഴുന്നതാണ് നിങ്ങളിങ്ങനെ കാണുന്നത്. ഈ ലൊക്കേഷന് നമ്മുടെ സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് അവേ ആണ് ഈ കാണുന്ന ലൊക്കേഷൻ. അപ്പോൾ കന്യാകുമാരി വരുന്നവരെന്തായാലും ഈ ഒരു സ്പോട്ട് എന്തായാലും വിസിറ്റ് ചെയ്യണം. ഈവനിങ് ഇപ്പോൾ 6:30 6:20 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേനും കടലിൽ ഇങ്ങനെ മുങ്ങി മുങ്ങി താഴുന്നുണ്ട് നമ്മുടെ സൂര്യന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് നല്ല വെയിലുണ്ടായിരുന്ന ആ സമയം ഉണ്ടായിരുന്നു. ഒരു 5-5:30-6 മണി വരെ നല്ല വെയിലായിരുന്നു അവിടെ. അപ്പോൾ പെട്ടെന്ന് ഈ സൂര്യന് സെറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ക്ലൈമറ്റ് വേരിയേഷന് എന്താ പറയുക, നല്ല ഇരുണ്ട് നല്ലൊരു ക്ലൈമറ്റ് വേരിയേഷൻ ആയിരുന്നു. നല്ല തണുത്ത കാറ്റും ഒട്ടും വെയിലില്ലാണ്ട് സൂര്യൻ അങ്ങോട്ട് മറഞ്ഞ് ഒട്ടും വെയിലില്ലാണ്ട് ഇങ്ങനെ കാണുന്നൊരു അപൂർവ കാഴ്ച തന്നെയായിരുന്നു ഗൈസ്. அனைவருக்கும் வணக்கம். உலக பிரசித்தி பெற்ற முக்கடல் சங்கமிக்கும் சுற்றுலாத்தலமான கன்னியாகுமரி தமிழகத்திலேயே முதல் முறையாக மியூசிக்கல் ஃபவுண்டனை உங்களுக்காக நாங்கள் அறிமுகப்படுத்துகிறோம். மியூசிக்கல் ஃபவுண்டனை காண வரவேற்பு குறித்து அனைத்து சுற்றுலா பயணிகளையும் எங்கள் மியூசிக்கல் ஃபவுண்டன் சார்பாக வரவேற்கிறோம். ഇതിലേക്കുള്ള ടിക്കറ്റ് ഫീസ് എന്ന് പറയുന്നത് 100 രൂപേൻ്റെ ടിക്കറ്റും ഉണ്ട്, 150 രൂപേൻ്റെ ടിക്കറ്റും അവൈലബിൾ ആണ്. 150 രൂപയ്ക്കാണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രണ്ടിലിരുന്നിട്ട് കാണാം, അതാണ് ഗോൾഡ്. 100 രൂപേൻ്റെ ടിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മേലെ ഇരുന്ന് കാണാം, അത് സിൽവറാണ്. അപ്പോൾ ഇത് രണ്ട് ഇതിലിരിക്കുന്നവർക്കും അതിൻ്റെതായ കാണുമ്പോൾ അതിൻ്റെതായ ഭംഗി ഉണ്ടാവും. അപ്പോൾ ഗോൾഡിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അത് ഫ്രണ്ടിലിരുന്നിട്ട് നമുക്ക് ആ നൈറ്റിലുള്ള നല്ല പിന്നെ വാട്ടർ ഡാൻസ് നമുക്ക് കാണാം വിത്ത് മ്യൂസിക്. അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ പോയി കാണണം നിങ്ങൾ. Love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in your mind, cause it's everything. You can mold, shape, find almost anything. All it takes is some time and some clarity to find your identity. It's mind over everything. അടുത്തതായിട്ട് ഞങ്ങളിതാ ഭാരത് മാതാ ടെമ്പിളിലാണ് കയറിയത്. അപ്പോൾ അന്നത്തെ ലാസ്റ്റ് ട്രിപ്പിൻ്റെ സ്പോട്ടാണ് അത്. അപ്പോൾ ഞങ്ങളത് നൈറ്റ് 8 മണി വരെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പം 7-7:30-8 മണീൻ്റെ ഉള്ളിലാണ് അവിടെ എത്തിയത്. അപ്പോൾ ലാസ്റ്റ് സമയമാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. അതൊരു മ്യൂസിയം ആണ് ഗൈസ്. അപ്പോൾ തൊട്ട് സൈഡിൽ തന്നെ വിവേകാനന്ദ പിക്ടോറിക്കൽ എക്സിബിഷൻ്റെ ഒരു ചെറിയൊരു സംഭവമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരം വൈകാണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ എൻട്രി ഫീസ് 30 റുപ്പീസാണ് ഒരാൾക്ക്.
അപ്പോൾ ആൾക്കാർ അവിടെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ചെപ്പൽസ് പുറത്ത് ഊരി വെച്ചിട്ട് എൻട്രി ചെയ്തു അവിടെ. അപ്പോൾ രാവിലെ 9 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെയാണ് അവിടുത്തെ എൻട്രി ഫീസ്. അപ്പോൾ ഞങ്ങളിതാ ടിക്കറ്റ് എടുത്തതിന് ശേഷം പപ്പയുടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങളവിടെ ക്യൂവിൽ നിന്ന് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയം വളരെ കുറവാണ് നമുക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ കയറാൻ പോകുന്നത് ഇതിൻ്റെ മ്യൂസിയത്തിലാണ്. മ്യൂസിയം മീൻസ് എല്ലാം ഹിസ്റ്റോറിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഹിന്ദുസിൻ്റെ അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും സാൻസ്ക്രിറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ പിക്ചറിൻ്റെയും റെപ്രസെൻറ്റേഷനൊക്കെ ഓരോന്നിനും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവിടെ കാണിക്കണത്. അപ്പോൾ ഞങ്ങളിതാ എല്ലാം വന്ന് കണ്ട് വായിച്ച് ജസ്റ്റ് അതിൽ കൂടെ പാസ് ചെയ്തെല്ലാം കണ്ട് മ്യൂസിയം എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ കാണാനുള്ളതുണ്ട് നമുക്ക്. ഇതൊക്കെ ഹിസ്റ്ററി കേട്ടോ മോളെ, നീ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇതാ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കയറി ഇറങ്ങി നമുക്കിതാ ഹനുമാൻ്റെ വലിയൊരു സ്റ്റാച്ചു അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിതാ നല്ല അതിമനോഹരമായ പൂന്തോട്ടം അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനും ഗാർഡൻ്റെ ഇടയിൽ കൂടെ നടക്കാനൊക്കെ നല്ലൊരു സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ശിവൻ്റെ ഒരു ശില്പമാണ്. നല്ല അതിമനോഹരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ടർഫോൾസൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഗൈസ്. അപ്പോൾ നൈറ്റിൽ നല്ലൊരു വൈബാണ് അവിടെ. ഫുൾ കളറിങ്, ഫുൾ വൈറ്റാണ്, ഫുൾ ലൈറ്റ്സ് കൊണ്ട് ഡെക്കറേറ്റഡ് ആണ് അവിടെ. ആ ബിൽഡിംഗ് കണ്ടാൽ നിങ്ങൾക്കറിയാം, അടിപൊളിയാണ് ഗൈസ്. നൈറ്റിലൊരു വൈബ് നല്ല ഭംഗിയാണ് കാണാൻ. ഡേയിലും വേറൊരു വൈബാണ്. അപ്പോൾ നല്ലൊരു കൂളിംഗ് അറ്റ്മോസ്ഫിയറും കൂടിയാണ് ഞങ്ങൾ പോയപ്പം. അപ്പോൾ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കന്യാകുമാരിയിലൊക്കെ പോകുമ്പം ഈ സ്പോട്ടും കൂടി സൈറ്റ് സീയിങ്ങിലൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ സൈറ്റ് സീയിങ്ങിൻ്റെ ഇതിപ്പോൾ ലാസ്റ്റ് സ്പോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് നേരെ ഡിന്നറും കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം നേരെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. കന്യാകുമാരി ചെക്കൗട്ട് ചെയ്യുകയാണ്. ഇനിയും കണ്ടു കഴിയേണ്ട ഒരുപാട് പ്ലേസസ് ഉണ്ട് ഗൈസ്. അപ്പോൾ 2-3 ദിവസമൊക്കെ നിങ്ങൾ സ്റ്റേ ചെയ്ത് കന്യാകുമാരിയൊക്കെ എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾക്ക് എവിടെയാണ് പോകേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളിന്ന് കന്യാകുമാരിയിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? കോവളത്തേക്ക് പോവാം കേട്ടോ. അവിടെ ബീച്ചൊക്കെ ഉണ്ട് മോളെ. അപ്പോൾ നമുക്ക് അവിടെ പോവാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് രാവിലെ എത്ര മണിയായി? 8 മണിയായിട്ടോ ഗൈസ്. അപ്പോൾ ഇവിടുന്ന് 8:40 കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ട്രെയിനിന് പോകാമെന്ന് വിചാരിച്ചു. ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ജനറലിൽ കയറേണ്ടി വരും. നമുക്ക് പോകാം. നടക്ക്. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 50 രൂപ ഓട്ടോ ചാർജും കൊടുത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗൈസ് നമ്മൾ ഇന്നലെ കയറിയ വാക്സ് മ്യൂസിയമാണ്.
അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്, രാവിലത്തെ എൻട്രിക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ പറയണ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങളത് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ജനറലിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം ജനറൽ IRCTCയിൽ ഇന്ന് ബുക്കിംഗ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും പപ്പ ജനറലിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന സമയത്താണ് IRCTCയിൽ ഞാൻ കാണുന്നത് അവൈലബിൾ ടിക്കറ്റ്സ് സ്ലീപ്പറിലുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ വേഗം ബുക്ക് ചെയ്തു 2 ടിക്കറ്റ്. അവിടെ ഇരുന്നിട്ട് തന്നെ വേഗം ബുക്ക് ചെയ്തു. പപ്പേനെ ക്യൂവിൽ നിന്ന് ഒഴിവാക്കി ഞങ്ങൾ എന്ത് ചെയ്തു, ട്രെയിൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പപ്പയും മോളൂസും കൂടി എന്ത് ചെയ്തു, അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ട്രെയിനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ലീപ്പർ ക്ലാസ്സിൽ ബുക്ക് ചെയ്ത് സുഖമായിട്ടുള്ള യാത്രയാണ്. ജനറൽ ഈ സമയത്ത് ഭയങ്കര തിരക്കാണ് ഗൈസ്, സീസൺ ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ മക്കളെയും കൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല. ഈ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇടങ്ങേറ് പിടിക്കുന്ന ഒരു പണിയാണ് ജനറൽ കയറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രെയിനൊക്കെ കറക്റ്റ് സമയത്ത് എടുത്തിട്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈസക്കുട്ടിയും നമ്മുടെ അമ്മൂസും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി ഗൈസ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇന്നലെ നോക്കുന്ന ടൈമിലൊന്നും അവിടെ സത്യം പറഞ്ഞാൽ IRCTCയിൽ അവൈലബിൾ വേക്കൻസി ഒന്നും ഇല്ല സ്ലീപ്പറിൽ. അപ്പോൾ പെട്ടെന്ന് ഇവർ ബുക്കിംഗ് ക്യാൻസലേഷനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ക്യാൻസൽ വരുന്ന ടിക്കറ്റുകളൊക്കെ അന്നത്തെ ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ തന്നെ IRCTCയിൽ അവൈലബിൾ ടിക്കറ്റ് കാണിക്കും. അപ്പോൾ ഞങ്ങൾ അത് അങ്ങനെ നോക്കിയാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് ബുക്ക് ചെയ്തിടാം. ജനറലിൽ തന്നെ നമുക്ക് പിന്നെ സാധാ ഇതിൽ തന്നെ നമുക്ക് ബുക്ക് ചെയ്തിട്ടിട്ട് നമുക്ക് സുഖമായിട്ട് യാത്ര പോവാം. അങ്ങനെ നമ്മളിതാ ഇന്നലെ കണ്ട നാഗർകോയിൽ ജംഗ്ഷനാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നാഗർകോയിലായിരുന്നു ഇന്നലെ ഇറങ്ങേണ്ടിയിരുന്നത്. അത് മിസ്സായിട്ടാണ് നമ്മൾ നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ ഇറങ്ങിയിട്ട് കന്യാകുമാരിക്ക് ടിക്കറ്റ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ്. അപ്പോൾ ഈ സ്ഥലമൊക്കെ നിങ്ങൾ എന്തായാലും പോയി കാണണം. ട്രെയിൻ യാത്ര അടിപൊളിയാണ്. അപ്പോൾ ട്രെയിൻ യാത്ര ജനറൽ കയറിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും ഈ സമയത്തൊക്കെ. അല്ലെങ്കിൽ സീസൺ ടൈം അല്ലാത്ത ടൈമാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു സമയത്ത് എന്തായാലും സീസൺ ടൈമിൽ നേരത്തെയോടെ നിങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തിടണം. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അടിപൊളി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് സമയത്ത് തിരുവനന്തപുരം എത്താനായിട്ടുണ്ട്. ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണണ്ടേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണണം. ഓക്കെ.